മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ആദ്യഘട്ട റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. പുഞ്ചിരിമട്ടം സുരക്ഷിതമല്ല എന്നും 8 ഇടങ്ങളിൽ 5 എണ്ണം സുരക്ഷിതമാണ് എന്നുമാണ് റിപ്പോർട്ട്. അതിനിടെ പുനരധിവാസത്തിൽ ആശങ്ക വേണ്ട എന്നും ടൗൺഷിപ്പ് മാതൃകയിൽ തന്നെ പുനരധിവാസം ഉറപ്പാക്കുമെന്നും മന്ത്രി കെ രാജൻ 24-നോട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ കൂടിയാലോചിച്ച് മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ടൗൺഷിപ്പ് എന്ന ആശയം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇനി ആശയവുമായി ബന്ധപ്പെട്ട ഈ ദുരന്തത്തിൽപ്പെട്ടവരും ജനപ്രതിനിധികളും പ്രദേശത്തുള്ളവരുമായി കൂടിയാലോചിക്കും. സർവകക്ഷികളുമായും ആശയം പങ്കുവയ്ക്കും. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി തയ്യാറാക്കുന്ന ഒരു പദ്ധതിയായിരിക്കും സ്ഥായിയായ പുനരധിവാസം. വിപിൻ സി വിജയൻ വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിപിൻ, ഈ വിദഗ്ധ സമിതിയുടെ ഉള്ളടക്കത്തെപ്പറ്റി എന്താണ്, പഠന റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെപ്പറ്റി എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത്? ഇതേപ്പറ്റി മന്ത്രി എന്തെങ്കിലും പറയുകയുണ്ടായോ? വേണു, വളരെ നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത്. ഈ ചൂരൽമല മുണ്ടക്കൈയെ സംബന്ധിച്ചിട്ട് ജോൺ മത്തായി സംഘം പഠിച്ച റിപ്പോർട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ആദ്യഘട്ട റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. 3 കാര്യങ്ങളിലാണ് പ്രധാനമായും ഇവിടെ അവർ വന്ന് പരിശോധന നടത്തിയത്. ഒന്ന്, ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി, മറ്റൊന്ന് ഇവിടെ സുരക്ഷിതവും അല്ലാത്തതുമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇനി ഇവിടെ വാസയോഗ്യമാണോ തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു പ്രധാനമായിട്ടുള്ള പരിശോധനകൾ നടന്നത്. ഇതിലെ 2 കാര്യങ്ങളിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഒരു പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ്, അതാണ് സർക്കാർ ഏറ്റവും പ്രധാനമായി പറയുന്നത്. ആ പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിന്റെ ഏതൊക്കെ പ്രദേശങ്ങളാണ് സുരക്ഷിതമായിരിക്കുന്നത്? അതിൽ 8 സ്ഥലങ്ങളാണ് സർക്കാർ കണ്ടെത്തി. സർക്കാരിന്റെ ആലോചനയിലുള്ള 8 സ്ഥലങ്ങളാണ് ഈ ഭൗമശാസ്ത്രജ്ഞന്റെ മുന്നിലേക്ക് വന്നത്. ഈ 8 സ്ഥലങ്ങളിൽ 5 എണ്ണം സുരക്ഷിതമാണെന്ന റിപ്പോർട്ടാണ് കൈമാറിയിരിക്കുന്നത്. അതൊരു കാര്യം. മറ്റൊന്നുള്ളത്, ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോൾ സുരക്ഷിതവും അല്ലാത്തതുമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇത് ഒരു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാവുന്ന പുഞ്ചിരിമട്ടം പ്രദേശത്ത് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ ചില വീടുകളൊക്കെ ഉണ്ട്, അവിടെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അവിടെ സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട്. പുഞ്ചിരിമട്ടം സുരക്ഷിതമല്ല എന്നുള്ള റിപ്പോർട്ട് ഒന്ന് വന്നിരിക്കുന്നു. മറ്റൊന്നുള്ളത്, ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമുള്ള കൂടുതൽ ഭാഗങ്ങൾ സുരക്ഷിതമാണ് എന്നുമാണ് ഈ റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ട് ഉള്ള ഉള്ളടക്കം. ഇതിന്റെ വിശദമായി സർക്കാർ പരിശോധിച്ച ശേഷമായിരിക്കും ഇവിടെ ഇനി വീട് പറ്റുമോ, അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കാമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം എടുക്കുക. മറ്റൊന്നുള്ളത്, ഈ ഉരുൾപൊട്ടലിന്റെ കുറച്ചുകൂടി കാരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ്. അതിനെ ഈ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും പുഞ്ചിരിമട്ടം പ്രദേശത്തേക്ക് വരികയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്യും. ഇതാണ് റിപ്പോർട്ടിലെ പ്രാഥമികമായിട്ടുള്ള നിലവിലെ കാര്യങ്ങൾ. മറ്റൊന്നുള്ളത്, ഈ ഇപ്പോൾ കെ രാജൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. മന്ത്രിയുടെ പ്രസ്താവനയുടെ ആശങ്ക വേണ്ട എന്നുള്ളതാണ്. എല്ലാവർക്കും താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കുമെന്നുള്ളതാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കയുണ്ട്. കാരണം സർക്കാർ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ വളരെ ദൂരെയാകുന്നു. അവരുടെ കുട്ടി പഠിക്കുന്നത് മേപ്പാടി പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ആ അടുത്ത് തന്നെ വീടുകൾ വേണമെന്നുള്ളത് ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതിനനുസരിച്ചുള്ള സ്ഥലങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വേദനയിലും വാടക വീടുകൾ സ്വയം തെരഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിലാണ് പല ക്യാമ്പിലുള്ളവരും. പക്ഷേ ക്യാമ്പിലുള്ളവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് അത് 97 കുടുംബങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും ആണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ 5 ക്യാമ്പുകളിലായി 97 കുടുംബങ്ങളാണ് ഉള്ളത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികളിലേക്ക് കൂടി കടക്കുകയാണ്. വേണു, വിപിൻ സി വിജയനാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.